യുവവാണി. കരിയർ പോയിന്റ്. കരിയർ പോയിന്റ് ഇന്ന് അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെ ജൂനിയർ എക്സിക്യൂട്ടീവായ സഞ്ജയുമായി അരുൺ കേശവ് നടത്തുന്ന അഭിമുഖം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ധാരാളമായിട്ടുള്ള തൊഴിലവസരങ്ങൾ തേടി യുവാക്കൾ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള വൈദഗ്ധ്യം വേണ്ടുന്ന തൊഴിൽ മേഖലകളുണ്ട്. അത്തരത്തിൽ വൈദഗ്ധ്യം നേടുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കുന്നതിൽ കേരളത്തിൽ സുപരിചിതമായ ഒരു സ്ഥാപനമാണ് അസാപ്. സാർ, ആമുഖമായി അസാപ് കേരള എന്താണെന്നൊന്ന് പറയാമോ? അസാപ് കേരളയെ പറ്റി പറയുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എഡ്യൂടെക് കമ്പനിയാണ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കേരള സർക്കാർ സ്ഥാപനം തന്നെയാണ്. 2012 നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2012 സ്കൂളുകളിലെ ഒരു പ്രോജക്റ്റായിട്ട് തുടങ്ങിയെങ്കിലും 2021 നമ്മളൊരു സെക്ഷൻ 8 കമ്പനിയായിട്ട് മാറുകയും അതിനുശേഷം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന ഒരു വെർട്ടിക്കൽ, അതായത് അസാപ്പിന് കറൻ്റ്ലി ഇപ്പോൾ ഒരു 6-7ഓളം വെർട്ടിക്കൽസ് ഉണ്ട്. ഓൺലൈൻ കോഴ്സസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഡിവിഷൻ, ഓഫ്ലൈൻ കോഴ്സസ് കൂടുതലും കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലോടാണ്. അതേപോലെ ടാലൻറ്റ് ബേസ്ഡ് ബില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള മറ്റൊരു ഡിവിഷൻ. അത് കൂടാതെ നമ്മൾ നോർമലി ഒരു കമ്പനി വർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള ഈ പറഞ്ഞ HR, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഡിവിഷൻസും ഉണ്ട്. കൂടുതലും നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഓൺലൈൻ ഡിവിഷനും അതായത് ട്രെയിനിങ് ഡിവിഷനും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമാണ്. 2018 ആദ്യത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കൊല്ലം കുളക്കടയിൽ വരുന്നത്. അവിടെ തൊട്ട് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം വിഴിഞ്ഞത്താണ് ഏറ്റവും അവസാനത്തെ സ്കിൽ പാർക്ക് വന്ന് നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിലെ 12 ജില്ലകളിലായി 16ഓളം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നമുക്കുണ്ട്. കോഴിക്കോടും ഇടുക്കിയിലുമാണ് നമുക്ക് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഇല്ലാത്തത്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് അതേപോലെ തന്നെ മലപ്പുറം എന്നീ ജില്ലകളിൽ 2 സ്കിൽ പാർക്കുകൾ വീതം നമുക്കുണ്ട്. അസാപ്പ് 19ഓളം വ്യത്യസ്ത ഡൊമൈനുകളിലായിട്ട് 190ലധികം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി ഇതുവരെ 2,74,000-ലധികം കുട്ടികൾ അസാമിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. തൊഴിലന്വേഷകർ നല്ലൊരു ബയോഡേറ്റ സമർപ്പിക്കുമ്പോൾ പ്രത്യേക മേഖലയിൽ എന്തുമാത്രം നൈപുണ്യം അക്വയർ ചെയ്തിട്ടുണ്ടെന്നാണ് പല തൊഴിൽ ദാതാക്കളും അന്വേഷിക്കുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അസാപ് കേരളയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിലാദ്യം സൂചിപ്പിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പ്രായഭേദമന്യേ അസാപ് കേരള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് കാര്യം, ഫ്രീ കോഴ്സസും ഫണ്ടഡ് കോഴ്സസും ഫീ പെയ്ഡ് കോഴ്സസും അസാപ് കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ സ്കീം പ്രകാരം സൗജന്യ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ ലോക്കൽ ബോഡീസ് വഴി നമ്മൾ ഫണ്ടഡ് കോഴ്സസും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പ്രായപരിധികൾ പല രീതിയിലാണ്. ഇപ്പം അസാപ്പിൻ്റെ കഴക്കൂട്ടത്ത് ഏറ്റവും റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഡ്രോൺ പൈലറ്റിംഗ് കോഴ്സിന് DGCA ലൈസൻസോടുകൂടി ലഭിക്കുന്ന ഈ കോഴ്സിന് 18 മുതൽ 65 വയസ്സിനുള്ളിൽ പ്രായമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ പല ഏജ് ലിമിറ്റിലുള്ളവർക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതുകൊണ്ട് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപ്സ്കിൽ ചെയ്യാം. അവരുടെ നിലവിലുള്ള ക്വാളിഫിക്കേഷനിൽ നിന്ന് വീണ്ടും ഉയർന്ന ഒരു ക്വാളിഫിക്കേഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. അത് അവർക്ക് ജോലി നേടാനും ബയോഡേറ്റയിൽ ഏത് സമയത്തും ആഡ് ചെയ്ത് ചേർക്കാനും സഹായിക്കും. നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ കോഴ്സുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളമായിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ, ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സമാനമായി ആഡ് ഓൺ കോഴ്സുകൾ UGC പോലെയുള്ള സ്ഥാപനങ്ങൾ വരെ ധാരാളം ഓൺലൈനായി ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും പഠിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തൊക്കെ സഹായമാണ് അസാപ് കേരള നൽകി വരുന്നത്? തീർച്ചയായിട്ടും അസാപ് കേരള വലിയ രീതിയിൽ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഒരു BCA അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടില്ല, പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഐലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കപ്പിൾ ഓഫ് കോഴ്സസ് ഉണ്ട്. അതിനകത്തൊരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 11ഓളം കോഴ്സസ് ആണ്. അതിൽ 9 IT കോഴ്സസ് ഉണ്ട്. ജാവ, പൈത്തൺ അങ്ങനെ വെബ് ഡിസൈനിങ് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു 9ഓളം കോഴ്സസ് നമുക്കുണ്ട്. ആ ഒരു എക്സാമ്പിൾ IT മേഖലയിൽ അങ്ങനെയാണ്. അതല്ലാണ്ട് ഈ പറഞ്ഞ അക്കൗണ്ടിങ് മേഖലയിൽ BCom പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ ഡിഗ്രിയുടെ കൂടെ തന്നെ പഠിക്കാനും ആ കോഴ്സസ് ആണ്. അത് മാത്രമല്ല +2 ക്വാളിഫിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിരവധി കോഴ്സസ് മറ്റൊന്നുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലായി AR/VR റിലേറ്റഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി മേഖലയിൽ ഡെവലപ്മെന്റ്, ഗെയിം ഡെവലപ്മെന്റ് ഇതെല്ലാം +2 ക്വാളിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥി മറ്റേതെങ്കിലും ഇപ്പോൾ ഗ്രാജുവേഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അത് ഏറ്റവും വലിയ പ്രത്യേകത 365 ദിവസവും നമ്മൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡായിട്ട് വന്ന് പഠിക്കാം. അതല്ല വീക്ക് ഡേയ്സ് തിങ്കൾ മുതൽ വെള്ളി വരെ വന്ന് പഠിക്കാനും സൗകര്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അസാപ് കേരളയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ പ്രവേശന രീതി എങ്ങനെയാണ്? അതിന്റെ വിവിധ കോഴ്സുകൾക്ക് വിവിധ അടിസ്ഥാന യോഗ്യതയാണെന്ന് പറഞ്ഞു. അത്തരത്തിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി
വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്? നമുക്കൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, www.asapkerala.gov.in എന്നാണ് അസാപ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ അസാപ് കേരളയുടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സസ് വരാം. അതുകൂടാതെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, അതായത് കേരളത്തിലെ 12 ജില്ലകളിലായി 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇടുക്കിയും കാസർഗോഡും കോഴിക്കോടും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും നമുക്ക് സ്കിൽ പാർക്കുകളുണ്ട്. ഡയറക്റ്റ് അവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ആ ഓരോ സ്കിൽ പാർക്കിനും അതിൻ്റെതായ ഫോൺ നമ്പറുകളുണ്ട്. വാട്സപ്പ് വഴിയോ ഡയറക്റ്റ് ഫോൺ വിളിച്ചോ ആ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന് സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്, csp.asapkerala.gov.in എന്നാണ്. കഴക്കൂട്ടത്തെ ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ 9495999693 എന്നത് കഴക്കൂട്ടത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ ഫോൺ നമ്പറാണ്. 9495999693 എന്നതാണ് കഴക്കൂട്ടത്തെ സ്കിൽ പാർക്കിന്റെ ഫോൺ നമ്പർ. ഈ പറഞ്ഞ എക്സാമ്പിൾ കഴക്കൂട്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അല്ലെങ്കിൽ കൊല്ലത്തുള്ളവർക്ക് ഈ പറഞ്ഞ തൃശ്ശൂരിൽ നിന്ന് പോലും ഡ്രോൺ പൈലറ്റിംഗ് കോഴ്സുകൾ പഠിക്കാൻ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് 7 ദിവസത്തെ ഈ ഡ്രോൺ പൈലറ്റിംഗ് കോഴ്സിനായിട്ട് കഴക്കൂട്ടത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നും ആക്സസ് ചെയ്യാം. കറൻ്റ്ലി നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം വഴി, ഫേസ്ബുക്ക് വഴിയെല്ലാം നമുക്ക് ആൾക്കാർ മെസ്സേജ് അയച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആക്സസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളൊരു കോഴ്സ് അഡ്മിഷൻ എടുക്കാനും വളരെ എളുപ്പമാണ്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. സർ, അതുപോലെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാണ് ഇന്റേൺഷിപ്പുകൾ. ഇന്റേൺഷിപ്പുകൾക്ക് വളരെയധികം പ്രാമുഖ്യം നൽകി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. അത്തരത്തിൽ അസാപ് കേരള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇന്റേൺഷിപ്പുകൾക്കുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകി വരാറുണ്ട്? തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിലെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്റേൺഷിപ്പ്. കാര്യം ഒരു അക്കാഡമിക്കൽ ഒരു എൻവയോൺമെന്റിൽ പഠിച്ചിറങ്ങിയ കുട്ടി ഒരു കമ്പനി എൻവയോൺമെന്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭാഗമാണ് ഇന്റേൺഷിപ്പ്. ഇപ്പം കറന്റ് AR/VR കോഴ്സസ് കഴക്കൂട്ടത്ത് നടക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഈ പറഞ്ഞ ഒരു 5 പേരുള്ള ഒരു ബാച്ചാണ് VR ഡെവലപ്പർ എന്ന കോഴ്സിന്. യൂണിറ്റി, അൺറിയൽ എന്ന് പറഞ്ഞ 2 ഗെയിം എഞ്ചിനുണ്ട്. അതിൽ യൂണിറ്റിയുടെ കോഴ്സാണ് നമ്മളിപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. VR ഡെവലപ്മെന്റ് വിത്ത് യൂണിറ്റി എന്ന കോഴ്സാണ്. അതിൽ 5 കുട്ടികളെ, നമ്മളൊരു ബാച്ചിന് 5 കുട്ടികളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് പാലക്കാടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റൈഫൻഡ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ എല്ലാ കോഴ്സുകളും, ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVYയുടെ സൗജന്യ കോഴ്സ് ഉണ്ടായിരുന്നു. 18-നും 45-നും ഇടയിൽ ഏജ് ലിമിറ്റിലുള്ളവർ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റൂ എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ₹1 പോലും അവർ തരേണ്ട കാര്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ കോഴ്സ്. ആ യോഗ ഇൻസ്ട്രക്ടർ കോഴ്സിനും നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കോഴ്സുകൾക്കും നമ്മൾ ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിലാണ് അവിടെ പ്രത്യേകമായിട്ടുള്ള നൈപുണ്യ വികസന പരിപാടികൾ നൽകി വരുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിൽ പ്രത്യേകമായി അസാപ്പിന് മാത്രം സവിശേഷമായി നൽകി വരുന്ന പ്രത്യേകമായിട്ടുള്ള കോഴ്സുകൾ ഏതെങ്കിലും ഉണ്ടോ? DGCA അപ്രൂവ് ചെയ്ത, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അപ്രൂവ് ചെയ്ത ട്രെയിനർമാർ പഠിപ്പിക്കുന്ന DGCA അപ്രൂവ്ഡ് ലൈസൻസ് കിട്ടുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സ് അണ്ണാ യൂണിവേഴ്സിറ്റിയും കേരള ഗവൺമെന്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അസാപ് കേരളയും ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന കോഴ്സാണത്. അതായത് അസാപ് കേരള വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലാണ്. ഒരു ട്രെയിനിങ് പാർട്ണർ കാണും. അസാപ് കേരളയുടെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും കഴക്കൂട്ടവും അവരുടെ ട്രെയിനിങ് പാർട്ണറായിട്ട് വരുന്ന അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ടീമായ സെന്റർ ഫോർ എയറോസ്പേസ് റിസർച്ച്, CSR ആണ് RPTO. RPTO എന്ന് പറഞ്ഞാൽ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ. ഡ്രോൺ പഠിപ്പിക്കാനായിട്ട് ഒരു RPTO വേണം, റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ടീമായ സെന്റർ ഫോർ എയറോസ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് CSR, അവരും അസാപ് കേരളയും കൂടെ ചേർന്നിട്ടാണ് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് എന്ന കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ആ കോഴ്സ് കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണത്. അതിപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ കൊളാബ് ചെയ്യുന്ന മറ്റൊരു കോഴ്സും കേരളത്തിലില്ല. ആ കോഴ്സിന് ഈ പറഞ്ഞ 7 ദിവസത്തെ പ്രോഗ്രാമാണ്. 7 ദിവസം കൊണ്ട് ഒരാൾക്ക് ലൈസൻസ്ഡ് പൈലറ്റ് ആവാനുള്ള, ഇപ്പം ഡ്രോണിൻ്റെ ഫ്യൂച്ചർ എന്താണ് നമ്മൾ ഈ പറഞ്ഞ റീസെൻ്റ്ലി ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും നമ്മൾ കണ്ടതാണ്. അപ്പം ഫ്യൂച്ചറിൽ ഡ്രോണിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കുട്ടികൾക്ക് അതിനകത്തോട്ട് ആകർഷിക്കാനായിട്ടാണ് നമ്മൾ ആ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ധാരാളമായിട്ടുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ നൽകി വരുമ്പോൾ ഇത്തരം കോഴ്സുകളുടെ പരിശീലകരായി സ്ഥാപനത്തിൽ നിയമിക്കപ്പെടുന്നത് ആരൊക്കെയാണ്? 2 രീതിയിലാണ്. അസാപ്പിന് ഓപ്പറേറ്റിംഗ് പാർട്ണറും ട്രെയിനിങ് പാർട്ണേഴ്സും ഉണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിനെ പറ്റി പറയുകയാണ്. കഴക്കൂട്ടത്ത് മാത്രമല്ല, ഏതാണ്ട് ഒരു 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 12 സ്ഥലങ്ങളിലും നിലവിൽ ഓപ്പറേറ്റിംഗ് പാർട്ണേഴ്സ് ഉണ്ട്. ഇപ്പം കഴക്കൂട്ടത്താണെങ്കിൽ നമുക്ക് സീബു ആനിമേഷൻസ് എന്ന് പറഞ്ഞ ഒരു ആനിമേഷൻ കമ്പനിയാണ്. എല്ലാ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും 25,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റി അവിടെ ഡ്രോൺ പൈലറ്റിനും AR/VR ടെക്നോളജിയും ആനിമേഷനും വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ വരുന്നൊരു കുട്ടിക്ക് ഡ്രോൺ പൈലറ്റ് പഠിക്കാം. അതല്ലെങ്കിൽ AR/VR റിലേറ്റഡ് ആയിട്ടുള്ള 15ഓളം കോഴ്സസ് അസാപ്പിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് പാർട്ണറായ സീബു ആനിമേഷൻസിന് അവർ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് 5ഓളം ആനിമേഷൻ കോഴ്സസ് ഉണ്ട്. അപ്പം ടോട്ടൽ ഒരു 10-20ഓളം കോഴ്സസ് ആണ് നമ്മൾ ആ ഒരു ഓഫീസിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം വിഴിഞ്ഞത്ത് വരുമ്പോൾ അദാനി ടീമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പാർട്ണറായിട്ട് വരുന്നത്. കുളക്കടയിൽ വരുമ്പോൾ സിംഗ്രോ സെർവ് എന്ന് പറഞ്ഞ ഒരു ബേക്കിംഗ് കമ്പനിയാണ് വരുന്നത്.
വരുന്നത്. കുന്നന്താനത്ത്, അതായത് പത്തനംതിട്ട അതിൽ വരുമ്പോൾ നമുക്ക് IRS എന്ന് പറഞ്ഞ ഒരു ടീം വരും. അങ്ങനെ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം നമുക്കൊരു ഓപ്പറേറ്റിംഗ് പാർട്ണർ കാണും. അതുകൂടാതെ ട്രെയിനിങ് പാർട്ണർ എന്നൊരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ CSR ടീം നമ്മുടെ ട്രെയിനിങ് പാർട്ട്നേഴ്സാണ്. അസാപ്പും അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ട്രെയിനിങ് പാർട്ണർ CSR കൊണ്ട് ചേർന്നിട്ടാണ് ഡ്രോൺ പൈലറ്റിംഗ് കോഴ്സ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് യുവജനങ്ങളിൽ പലരും വിദേശത്തേക്ക് ചേക്കേറുന്ന ഒരു രീതി നിലവിൽ കണ്ടുവരുന്നുണ്ട്. നമ്മളൊക്കെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പലപ്പോഴും. അത്തരത്തിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന യുവതലമുറയിൽപ്പെടുന്ന പലരും അവിടെ എത്തിയ ശേഷം പുതിയൊരു തൊഴിൽ മേഖല തേടുമ്പോൾ തൊഴിൽ ദാതാക്കൾ പലപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, മുൻപേ എന്തെങ്കിലും ഇത്തരത്തിൽ തൊഴിൽ ചെയ്ത് എന്തെങ്കിലും പരിചയമുണ്ടോ. അത്തരത്തിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും ഇന്റേൺഷിപ്പ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് അവർ വിദേശത്തേക്ക് പോകാറുള്ളത്. അത്തരത്തിൽ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമായ രീതിയിൽ എന്തെങ്കിലും പ്രത്യേകമായ നൈപുണ്യം വികസിപ്പിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ നൽകുന്നുണ്ടോ? അതുപോലെ തന്നെ വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നോർക്ക റൂട്ട്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ അംഗീകരിച്ച ഒരു കോഴ്സോ അതുപോലെ അത്തരത്തിൽ എന്തെങ്കിലും കോഴ്സുകൾ നൽകുന്നുണ്ടോ അസാപ്പ് കേരള? തീർച്ചയായിട്ടും. നോർക്ക റൂൾസിനെ പറ്റി പറഞ്ഞപ്പോൾ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞൊരു കോഴ്സ് അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ജിമ്മിൽ ട്രെയിനർ ആകാനുള്ള, എല്ലാവരും ഫിറ്റ്നസ് നോക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ എന്നൊരു കോഴ്സ് അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കറന്റ് ഇപ്പം കഴക്കൂട്ടത്ത് 30 കുട്ടികളാണ് പഠിച്ചിറങ്ങിയത്. വിഴിഞ്ഞത്ത് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞൊരു കോഴ്സിന് നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ സ്കിൽ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കേഷൻ നമുക്ക് നോർക്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നത്. വിദേശത്ത് അസാപ്പ് കേരളയിൽ പഠിച്ചിറങ്ങിയ നിരവധി കുട്ടികളാണ് വിദേശത്ത് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല നാട്ടിലും ഈ ഒരു സർട്ടിഫിക്കറ്റിന് വിലയാണ്. ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സസ് അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിദേശത്ത് പറഞ്ഞ കാര്യത്തിനകത്ത് ഇത്രയാണ്. നാട്ടിലെ കാര്യങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ എല്ലാ മാസവും പ്ലേസ്മെന്റ് ഡ്രൈവുകൾ, അതായത് സൗജന്യ തൊഴിൽ മേള അസാപ്പ് നടത്തുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, കേരളത്തിലെ 12 ജില്ലകളിലായിട്ട് 16 സ്ഥലങ്ങളിൽ എല്ലാ മാസവും ഒന്നെങ്കിൽ 2ാമത്തെ ശനിയാഴ്ച അതല്ലെങ്കിൽ 4ാമത്തെ ശനിയാഴ്ച പ്ലേസ്മെന്റ് ഡ്രൈവുകൾ, തൊഴിൽ മേളകൾ, സൗജന്യ തൊഴിൽ മേളകൾ മാത്രമാണ്. കുട്ടികൾക്ക് ജസ്റ്റ് CV ആയിട്ട് വരിക, അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞ 3 മാസമായിട്ട് 300-ലധികം കുട്ടികളാണ് അസാപ്പ് കേരള വഴി പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പ്ലേസ്മെന്റ് ഡ്രൈവുകളാണ് അസാപ്പ് കേരള നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കുട്ടികൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ട്രിവാൻഡ്രത്തെ കാര്യം എടുത്താൽ കഴക്കൂട്ടത്തും വിഴിഞ്ഞത്തും 30 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഈ 30 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഒരു മാസം തന്നെ 2 പ്ലേസ്മെന്റ് ഡ്രൈവാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് യൂസ് ചെയ്യുക കുട്ടികൾ. അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തൊഴിൽ അന്വേഷകരായിട്ടുള്ള യുവജനങ്ങൾക്ക് ഒരു താങ്ങായി തന്നെയാണ് അസാപ്പ് കേരള പ്രവർത്തിച്ചു വരുന്നതെന്നാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഏതൊരു കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുന്ന, ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ ഡിപ്ലോമ കോഴ്സ് തൊട്ട് അങ്ങ് PGയോ PhD വരെയുള്ള കോഴ്സുകൾക്ക് ഒരു അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ അംഗീകാരമുണ്ട്? ആ കോഴ്സ് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും സർവകലാശാലയുമായി അംഗീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ അപ്രൂവലുകളുണ്ടോ? PSC പോലെയുള്ള അല്ലെങ്കിൽ UPSC പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി ഭാവിയിൽ അവർ തൊഴിൽ തേടി എത്തുമ്പോൾ ഇത്തരത്തിലൊരു കോഴ്സ് പ്രയോജനകരമായി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു യുവജനതയാണ് നമുക്കുള്ളത്. അപ്പോൾ അസാപ്പ് നൽകി വരുന്ന കോഴ്സുകൾ പ്രത്യേകമായിട്ടുള്ള അംഗീകാരം, ഏതെങ്കിലും അക്രഡിറ്റഡ് ബോഡി വഴിയുള്ള അംഗീകാരം നൽകിയാണോ വിദ്യാർത്ഥികൾക്ക്? തീർച്ചയായിട്ടും NCVT NSTC അപ്രൂവലുള്ള കോഴ്സുകൾ അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞ കോഴ്സ് NCVT ലെവൽ 4 കോഴ്സസ് ആണ്. യോഗയ്ക്ക് പ്രൊവൈഡ് ചെയ്തത് NCVT ലെവൽ 4 കോഴ്സസ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഏജ് ലിമിറ്റും ഈ പറഞ്ഞ +2 അല്ലെങ്കിൽ SSLC, അത് ഡിപ്പെൻഡ് ഓൺ ലെവൽ 1, 2, 3, 4 ഡിപ്പെൻഡ് ചെയ്യും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, +2 ആണോ SSLC ആണോ എന്നുള്ളത്. അങ്ങനെയുള്ള കോഴ്സുകളാണ് അസാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ വിവിധ കോഴ്സുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫീസ് ഘടന എന്ന് പറഞ്ഞു. അതെ. ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ള കോഴ്സ് ഏതാണ്? ഏറ്റവും കൂടിയ ഫീസ് നൽകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഘടനയുണ്ടോ? അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 തരത്തിലുള്ള കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗജന്യമായി, അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള രീതിയിൽ 2 ടൈപ്പാണ്. അതായത് ഫ്രീ കോഴ്സസ്, പ്രധാനമന്ത്രിയുടെ കൗശൽ വികാസ് യോജനയുടെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ കോഴ്സസ്. അതേപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വഴി ഫണ്ടഡ് കോഴ്സ്, അതും അവർ കുട്ടികൾക്ക് പറഞ്ഞ കുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പല ഏജ് കാറ്റഗറി വരും കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ PM വിശ്വകർമ്മ, പ്രധാനമന്ത്രിയുടെ വിശ്വകർമ്മ എന്ന ഒരു സ്കീമിൽ ഈ പറഞ്ഞ കാർപ്പൻറ്റർ അല്ലെങ്കിൽ ടൈലർ കോഴ്സസ് ഉണ്ട് നമുക്ക്. അതെല്ലാം ഈ പറഞ്ഞ ഒരു 10-40 വയസ്സ് ഏജ് ഉള്ളവരാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് അതിനകത്ത് ഈ പറഞ്ഞ ഏജ് കാറ്റഗറി ഏതും വരാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മൾ നോർമലി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. ആ കോൺസെപ്റ്റിനെ കംപ്ലീറ്റ്ലി നമ്മൾ തിരുത്തി എഴുതുകയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ വരാം. നമുക്ക് ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ് റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 6-7 ദിവസം മുന്നേ റിസൾട്ട് വന്നു. 17 പേരാണ് പഠിച്ചത്. 17 പേരും പാസ്സായി കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നത്തെ ബാച്ചിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10-30 വയസ്സ് വരും പുള്ളിക്കാരി പഠിച്ചിറങ്ങി. ഈ പറഞ്ഞ കാട്ടായിക്കോണം ആ ഒരു ഏരിയയിലാണ് വീടുള്ളത്. പഠിച്ചിറങ്ങി വീടിൻ്റെ ടെറസിൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ യോഗ പഠിപ്പിക്കാൻ തുടങ്ങി. ആ ഒരു 40ഓളം കുട്ടികളാണ് വരുന്നത്. 500 രൂപ വെച്ചാണ് ഒരു മാസം വാങ്ങുന്നത്. ഒന്നുമില്ലാത്തടത്ത് നിന്ന്, ഒരു വീട്ടമ്മയായി ജോലി ചെയ്യുന്നിടത്തിരുന്ന് 1.5 മാസമാണ് കോഴ്സ് വരുന്നത്. ആ ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം വളരെ വലുതാണ്. ഒരു 10-20,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു മാസം ഒന്നുമില്ല
ഇല്ലാത്തടത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം. അപ്പോൾ ആ രീതിയിൽ പലരുടെയും ജീവിതം മാറ്റിമറിക്കാൻ, പല ഏജ് കാറ്റഗറിയിലുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കാൻ അസാപ്പിനും അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിനും സാധിക്കുന്നുണ്ട്. കോഴ്സിന്റെ ഒരു ദൈർഘ്യം എങ്ങനെയാണ്? അടിസ്ഥാനപരമായി ഇത്ര മാസത്തെ കോഴ്സാണോ? അതിന്റെ കാലപരിധി എങ്ങനെയാണ്? അത് ഡിപ്പെൻഡ് ഓൺ പല കോഴ്സുകളാണ്. ഞാൻ നേരത്തെ കോഴ്സിൻ്റെ തുകയെപ്പറ്റി പറഞ്ഞ സമയത്ത്, അതായത് ഐലേക്ക് എന്ന് പറഞ്ഞ കോഴ്സുകളുണ്ട്. ഐലേക്ക് എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞൊരു 11ഓളം കോഴ്സുകൾ. അതിനകത്ത് ഈ പറഞ്ഞ 6000 രൂപയാണ് ആ കോഴ്സിന് ടോട്ടൽ തുക വരുന്നത്. 120 മണിക്കൂറത്തേക്ക് 6000 രൂപ. ആ 6000 രൂപയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ 4 മൊഡ്യൂൾ ആക്കുകയാണ്. ഒരു മൊഡ്യൂളിന് 1500 രൂപ വെച്ചിട്ട് 4 തവണ അടച്ചാൽ മതി. അത് കംപ്ലീറ്റ്ലി 6000 രൂപ ഒറ്റ തവണയായിട്ട് അടയ്ക്കേണ്ട, 4 തവണയായിട്ട് അടച്ചാൽ മതി. 1500 രൂപ നിങ്ങൾക്ക് ആദ്യം അടച്ചിട്ട് പഠിക്കാം. ആ പഠിച്ച് തീരുന്നതിന് ശേഷം ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും 1500 രൂപ കൊടുത്തിട്ട് വീണ്ടും പഠിക്കാം. അങ്ങനെ 4 മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കാം. അത് IT, നോൺ IT കോഴ്സസ് ആണ് ഐലേക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ 120 മണിക്കൂറാണ്. ഡിപ്പെൻഡ് ഓൺ ഒരു കുട്ടിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഞായറാഴ്ച ഉൾപ്പെടെ വന്നിരുന്ന് പഠിക്കാം. അത് ഓപ്പൺ ആണ്. അതല്ലാതെ ഇപ്പം പറഞ്ഞ ഡ്രോൺ പൈലറ്റിംഗ് കോഴ്സ് ആണെങ്കിൽ അതൊരു 54,000 രൂപ വരും. 7 ഡേയ്സ് പ്രോഗ്രാമാണ്. 7 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ 7 ദിവസം കൊണ്ട് DGCA ലൈസൻസ് ആണ് ലഭിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ലൈസൻസ് ലഭിക്കുന്ന കോഴ്സാണത്. 7 ഡേയ്സ് പ്രോഗ്രാമിന് 54,000 രൂപ വരും. പിന്നീട് നമുക്ക് അടുത്ത വരുന്ന AR VR കോഴ്സസ് ആണ്. അതിൽ 29,500 VR ഡെവലപ്പർ കോഴ്സസ് ഉണ്ട്. 31,500 ഗെയിം ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്. അതെല്ലാം 1 മന്ത് ഡ്യൂറേഷൻ അല്ലെങ്കിൽ 1.5 മന്ത് ഡ്യൂറേഷൻ ആണ് വരുന്നത്. പിന്നീട് നമുക്ക് ഓൺലൈനിൽ ഏറ്റവും പ്രോമിസ് ചെയ്യുന്ന ഒരു കോഴ്സുണ്ട്, എൻറോൾ ഏജൻറ്റ് എന്ന് പറഞ്ഞ്. അത് നമുക്ക് ഈ പറഞ്ഞ ഒരു 200 മണിക്കൂർ ഡ്യൂറേഷനാണ്. നമ്മൾ ഇത്ര ദിവസമല്ല പറയുന്നത്, മണിക്കൂർ ഡ്യൂറേഷനാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഏത് മേഖലയിലേക്കും കടന്നെത്തുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊഴിൽ സാധ്യത എന്താണ്? അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ക്യാമ്പസ് സെലക്ഷൻസ് അസാപ്പ് കേരള വഴി ഏതെങ്കിലും സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കിപ്പം ഡ്രോൺ പൈലറ്റിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവർക്ക് ആ ഒരു 7 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് അവർക്കൊരു ഇന്റേൺഷിപ്പോ പ്ലേസ്മെന്റോ എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലും ഒരു മാസം ഒരു ഇന്റർവ്യൂ, ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ്, സൗജന്യ തൊഴിൽമേള വെച്ച് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രോൺ കമ്പനി നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റുഡൻസിന് നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്ത് കൊടുക്കും. അപ്പം ഈ പറഞ്ഞ ഡ്രോൺ പൈലറ്റിങ്ങിന്റെ കാര്യം മാത്രമല്ല, ഇപ്പം ഡ്രോൺ പൈലറ്റിങ്ങിനകത്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫ്യൂച്ചർ ഗ്രോത്ത് വളരെ വലുതാണ്. കാര്യം പല മേഖലയിൽ ഡ്രോൺ പൈലറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൊറോണ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്, സർവൈലൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്തു. പറഞ്ഞ വെളി രാജ്യങ്ങളിൽ ഡെലിവറിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നു. അല്ല, ഇന്ത്യയിൽ ഇംപ്ലിമെന്റഡ് ആയ പോലെ ഫോട്ടോഗ്രാഫിക്ക്, വീഡിയോഗ്രാഫിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ പല രീതിയിലാണ് ഡ്രോണിന്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിങ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതി കൊടുക്കും. ഇപ്പം റീസെന്റ് നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിന്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു റീൽ റിലേറ്റഡ് നമുക്കൊരു കമന്റ് വന്നിരുന്നു. കൊല്ലത്തുള്ള ഒരു വ്യക്തി, ഒരു ചെറിയ ഡെവലപ്മെന്റ് ആണ്, പുള്ളി സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഗെയിം ഡെവലപ്പറെ വേണം, അത് അസാപ്പ് കേരള വഴി ഹയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം കഴക്കൂട്ടത്ത് ട്രിവാൻഡ്രം ഏരിയയിലുള്ള ജിമ്മുകളിൽ നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. ട്രെയിനർമാരെ വേണം, സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനർമാരുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പല ഓപ്ഷൻസിൽ നിന്നാണ് നമുക്ക് ഈ മാതിരി കുട്ടികൾക്കുള്ള പ്ലേസ്മെന്റിലേക്ക് വരുന്നത്. നമുക്ക് അതിനുവേണ്ടി അസാപ്പിൻ്റെ ഒരു ഡിവിഷൻ തന്നെ ഉണ്ട്, സെപ്പറേറ്റ് ഡിവിഷൻ തന്നെ ഉണ്ട്. പിന്നെ എല്ലാ മാസത്തിലുള്ള പ്ലേസ്മെന്റ് ഡ്രൈവിൽ നമ്മുടെ കുട്ടികൾക്ക് അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് പഠിച്ചിറങ്ങിയ രീതിയിലുള്ള ജോലികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പങ്കെടുക്കുന്നതാണ്. നേരത്തെ ഫീസ് ഘടന പറഞ്ഞപ്പോൾ അത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഫീസ് ഇളവുകൾ നൽകി വരുന്നുണ്ടോ സാർ? ഫീസ് ഇളവുകൾ നൽകി വരുന്ന നമ്മൾ ഈ പറഞ്ഞ ഫണ്ടഡ് ബാച്ചസിനകത്താണ് കൂടുതലുമുള്ളത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അവിടെയുള്ള 24ഓളം യുവതികൾക്ക് ഫണ്ടഡ് ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ നേഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ വെച്ച് ഇപ്പോൾ നടക്കുവാണ്. 900 മണിക്കൂർ ഡ്യൂറേഷനുള്ള കോഴ്സിന്റെ ഒരു പകുതിയോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അത് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നതാണ്. തൃശ്ശൂർ കുന്നംകുളത്ത് നമുക്ക് ഈ പറഞ്ഞ SC/ST കാറ്റഗറിയുള്ള യുവതികൾക്ക് വിർച്വൽ റിയാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് അത് അവിടുത്തെ ഒരു ബ്ലോഗ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്പോൺസേർഡ് പ്രോഗ്രാം റോട്ടറി ക്ലബ്ബ് പോലുള്ള പല ക്ലബ്ബുകളും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് എടുക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് തന്റെ ജോലിയുടെ പ്രമോഷനോ മറ്റ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു നൈപുണ്യം നേടണമെന്ന് താല്പര്യപ്പെടുന്നു. അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അസാപ്പ് കേരളയുമായി ബന്ധപ്പെടാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 19 വ്യത്യസ്ത മേഖലയിൽ 190ഓളം കോഴ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലിപ്പം കറന്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫ്ലൈൻ കോഴ്സസ് മാത്രം ഈ അടുത്ത ഒരു ക്വാർട്ടറിലേക്ക്, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ക്വാർട്ടറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 40ഓളം കോഴ്സസ് ആണ് ഈ 16 സ്കിൽ പാർക്കിലേക്ക്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്ന് പോലും നമുക്ക്, അതായത് അവിടെ ഒരു ഫ്രഷറായിട്ട് കയറുന്ന ഒരാൾ ഒരു മിനിമം 15,000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് സാലറി വാങ്ങുന്നത് 20,000 താഴെ. അപ്പം അവർ പോലും നമ്മളുടെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി കോഴ്സുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്സ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളതും അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ മാസവും അസാപ് കേരള വിവിധ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വിവരങ്ങൾ തൊഴിൽ അന്വേഷകരായിട്ടുള്ള യുവാക്കൾക്ക് എവിടുന്നാണ് ലഭ്യമാകുന്നത്? പത്രങ്ങളിൽ അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെല്ലാം, ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് ത്രൂ നമ്മൾ ഈ ഡീറ്റെയിൽസ് വാട്സപ്പ് ആയാലും എല്ലാതെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കളക്ടറിൻ്റെ പേജസിൽ, പത്തനംതിട്ട കളക്ടറിൻ്റെ പേജിൽ ഇടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കൊല്ലം, വയനാട് ഇങ്ങനെയുള്ള കളക്ടറേഴ്സിൻ്റെ പേജിൽ ത്രൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ കയ്യിൽ ഗ്രൂപ്പുണ്ട്, ആ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് മാത്രം ഇതുവരെ പങ്കെടുത്തവരുടെ എണ്ണം, രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഏതാണ്ട് ഒരു 2000-ന് മുകളിലാണ്. അപ്പം അങ്ങനെ കുട്ടികൾ വരുന്നുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ഇത്തരം അറിയിപ്പുകൾ ലഭ്യമാവാൻ പ്രത്യേക വെബ്സൈറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ടോ? അതിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം എന്തെങ്കിലും നൽകുന്നില്ല? ഇല്ല, നമ്മൾ അസാപ്പിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഓരോ പത്രത്തിൽ വഴി പോകുന്നതിനും, അത് പത്രം വഴി പ്രസിദ്ധീകരിക്കുമ്പോഴായാലും അതർ സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ഗൂഗിൾ രജിസ്ട്രേഷൻ ഫോം കൊടുക്കുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ ഫോം വഴി നമുക്ക് കുട്ടികൾക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ കമ്പനികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വേക്കൻസീസ് ആണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പങ്കെടുക്കാം എന്നുൾപ്പെടെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അസാപ്പ് നൽകി വരുന്ന കോഴ്സുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഓക്കെ, അതിൽ കൃത്യമായി ഏതൊക്കെ മേഖലകൾ തരംതിരിച്ചുള്ള കോഴ്സുകളാണ് പ്രത്യേകമായി നൈപുണ്യ വികസനത്തിന് വേണ്ടി നൽകി വരുന്നത്? പ്രത്യേക മേഖലകൾ എന്നത് പറയുമ്പോൾ കറൻ്റ്ലി ഇപ്പം അടുത്ത ഒരു ക്വാർട്ടറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ കാസർഗോഡും കഴക്കൂട്ടത്തും ഡ്രോൺ പൈലറ്റിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഗെയിം ഡെവലപ്മെൻറ്റ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കോഴ്സുകൾ 4 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ, കഴക്കൂട്ടത്ത്, കോട്ടയത്ത് പാമ്പാടിയിൽ, തൃശ്ശൂർ കുന്നംകുളത്ത്, എറണാകുളം കളമശ്ശേരിയിൽ. അതല്ലാതെ എയർപോർട്ട് ഓപ്പറേഷൻസ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് എന്ന നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പ് പറഞ്ഞ കണക്ക് ജിമ്മിലെ ട്രെയിനർ ആകാനും നോർക്കെ രജിസ്റ്റർ ചെയ്യാൻ വിദേശത്ത് പോയി ജോലി ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് എന്ന കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ അടുത്തൊരു ക്വാർട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കഴക്കൂട്ടത്ത് ഈ പറഞ്ഞ ആനിമേഷൻ കോഴ്സസ്, ഒരു ആനിമേഷൻ ഫിലിം മേക്ക് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റോറി ബോർഡിങ് തൊട്ട് ഈ പറഞ്ഞ എൻ്റെ ഏറ്റവും ആനിമേഷൻ ഇൻ മായ എന്ന രീതിയിലുള്ള ഏറ്റവും ടോപ്പ് കോഴ്സുകൾ പോലും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നൈപുണ്യത്തിന് അല്ലെങ്കിൽ സ്കില്ലിന് ഏറെ പ്രാമുഖ്യം നൽകി വരുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിൽപ്പെടുന്നവർക്ക് അത്തരത്തിൽ നൈപുണ്യ വികസനത്തിന് വേണ്ടി ഉദാത്തമായ സംഭാവന ചെയ്യുന്ന, തലമുറകൾക്ക് തണലായി മാറുന്ന ഒരു സ്ഥാപനമായി തന്നെയാണ് അസാപ് കേരള പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. യുവാണിയുടെ ഈ കരിയർ പോയിന്റ് ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രത്യേകമായി നന്ദി. താങ്ക് യു സോ മച്ച്. ഇതുവരെ കേട്ടത് അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെ ജൂനിയർ എക്സിക്യൂട്ടീവായ സഞ്ജയുമായി അരുൺ കേശവ് നടത്തിയ അഭിമുഖം. കരിയർ പോയിന്റ്. നിർവഹണം സെവിൽ ജിഹാൻ.